നമസ്കാരം, ചായക്കൂട്ടിലേക്ക് സ്വാഗതം. ന്യൂ ജനറേഷൻ്റെയും പ്രേക്ഷകരെ ത്രസിപ്പിക്കാനും രസിപ്പിക്കാനും മാത്രം പടച്ചുവിടുന്ന കച്ചവട സിനിമയുടെയും ലോകത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പച്ചയോടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു ഡോക്ടർ ബിജുവിൻ്റെ സിനിമകൾ. സ്വന്തമായി അസ്തിത്വമില്ലാത്ത പേരറിയാത്തവരാണ് ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. ഏതാനും ആഴ്ചകൾ മുൻപ് മാത്രമാണ് രാഷ്ട്രപതിയുടെ ഏറ്റവും നല്ല പരിസ്ഥിതി ചിത്രത്തിനുള്ള അവാർഡ് അദ്ദേഹം സ്വീകരിച്ചത്. നമുക്ക് കൂടുതൽ അടുത്തറിയാം ഡോക്ടർ ബിജുവിൻ്റെ സിനിമാ ലോകത്തെ. സ്വാഗതം ഡോക്ടർ ബിജു. സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പേരറിയാത്തവർ. അപ്പോൾ മിക്ക സിനിമകളിലും കഥാപാത്രങ്ങൾക്ക് പേരില്ല. അപ്പോൾ ഒരു സാർവലൗകികത കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും ഈ സ്വന്തമായ അസ്തിത്വമില്ലാത്ത ഈ ആൾക്കാരുടെ അവസ്ഥയോട് നിസ്സംഗത പുലർത്തുന്നവരാണ്. ഈ പേരറിയാത്തവരെ താങ്കൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു? ഈ പറയുന്ന പോലെ പേരറിയാത്ത ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ നമ്മൾ പലപ്പോഴും, ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ വീട്ടിൽ സ്ഥിരമായി മീൻ വാങ്ങുന്ന ഒരാൾ, മീൻ കൊണ്ടിരുന്ന ഒരാൾ, നമ്മൾ മീൻകാരി അല്ലെങ്കിൽ മീൻകാരൻ എന്നാണ് പറയുക. അതുപോലെ തന്നെ പച്ചക്കറി മേടിക്കുന്ന കടയിലെ ആളുകൾ പച്ചക്കറി കടക്കാരനാണ്. മുടിവെട്ടാൻ പോകുന്നിടത്തെ ആൾ വെറും ഒരു ബാർബർ മാത്രമാണ്. പക്ഷെ ഇവർക്കൊക്കെ ഒരു പേരുണ്ട്. നമ്മൾ ആ പേരിലേക്ക് എന്താ പറയുക, അവരുടെ പേര് നമ്മൾ അന്വേഷിക്കാൻ മെനക്കെടാറില്ല, അല്ലെങ്കിൽ ആ പേരിന് നമുക്കൊരു പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെ അതുപോലെ തെരുവിലുള്ള ഭിക്ഷക്കാർ, നാടോടികൾ, ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മളെപ്പോഴും കാണുന്ന ചില കാഴ്ചകളാണ്. അപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ പേരിനേക്കാട്ടിൽ കൂടുതലായിട്ടും ഈ ആളുകൾ ആരാണ് എന്നുള്ളൊരു അസ്തിത്വം മാത്രമാണ് ഇതൊരു പ്രശ്നം. ചിലപ്പോൾ നമ്മൾ അസ്തിത്വത്തെ കണക്കാക്കാത്ത ഒരു തരത്തിലുള്ള. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാമോ? എങ്ങനെയാണ് ഇതിനുള്ള ആശയം രൂപപ്പെട്ടതും? അതെനിക്ക് ഈ യാത്രകളിൽ നിന്ന് തന്നെയാണ്. ഒന്നാമത് ഈ സിനിമ ശരിക്കും കഴിഞ്ഞ ഒരു 10 വർഷത്തെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുത്തങ്ങ സമരം, മൂലമ്പള്ളി പോലെയുള്ള കുടിയൊഴിപ്പിക്കലുകൾ, പിന്നെ ലാലൂർ വിളപ്പിൽശാല പോലെയുള്ള മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി 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 സാമൂഹ്യ വിഷയങ്ങൾ കഴിഞ്ഞ 10 വർഷം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 10 വർഷത്തെ സാമൂഹ്യ പരമായ ഇത്തരം വിഷയങ്ങളൊക്കെ ചേർത്ത് വെക്കുന്നൊരു സിനിമയാണ് ഈ പേരറിയാത്തവർ. ശരി, താങ്കളുടെ ആദ്യ നാളുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. കുടശനാട് എന്ന ആലപ്പുഴ ജില്ലയിലാണ് ജനനം. അതിനുശേഷം ഹോമിയോപ്പതിയിൽ ബിരുദവും, തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും എടുത്തു. അതിനുശേഷം അപ്പോഴേ ഒരു കലാപ്രവർത്തനങ്ങൾ താങ്കൾക്കുണ്ടായിരുന്നോ? നാടകമോ എന്തെങ്കിലും? ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാടകങ്ങളായിരുന്നു പ്രധാനമായിട്ടുള്ള. നാടകങ്ങളും എഴുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കഥകളും കൗതുകളും ഒക്കെ എഴുതുമായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ മത്സരിക്കുകയും ഒരു വർഷം എനിക്ക് കഥയ്ക്കും വേറൊരു വർഷം കവിതയ്ക്കും ഒക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയത്തെ ഒരു പ്രവർത്തനങ്ങൾ, പ്രധാനമായും നാടക പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ശരി. അപ്പോൾ ഒരു ഡോക്യുമെൻ്ററിയും, മെയിൻ സൈറ തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡോക്യുമെൻ്ററിയും ഒരു ക്യാമ്പസ് ചിത്രവും ഒരു ഷോർട്ട് ഫിലിമും ചെയ്തിരുന്നു, പ്രണയകാലം എന്ന് പറഞ്ഞ്. അതെ. അത് ശരിക്കും ആദ്യമേ ഡോക്യുമെൻ്ററിയിലാണ് ഞാൻ തുടങ്ങുന്നത്. ഹോമിയോപ്പതിയെ പറ്റി തന്നെ, ഹോമിയോ പഠിച്ചതിന് ശേഷം ഹോമിയോപ്പതിയെ പറ്റി തന്നെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ 1-2 ഡോക്യുമെൻ്ററികൾ ചെയ്തു. പിന്നീട് ഞാൻ ഹയർ സ്റ്റഡിക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് ഈ പ്രണയകാലം എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഫിലിം. അത് ക്യാമ്പസിലുള്ള ആളുകൾ തന്നെയാണ് അതിൻ്റെ എല്ലാ പിന്നണിയിലും പ്രവർത്തിച്ചത്. നിർമ്മിച്ചതും എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, ഡോക്ടർ സുരേഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് തന്നെയാണ് നിർമ്മിച്ചതും. അപ്പോൾ അങ്ങനെ മൊത്തം അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തൊരു ഒരു ടെലിഫിലിമാണ്, ഒരുപക്ഷെ ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു കാൽവയ്പ്. താങ്കളുടെ പേരറിയാത്തവർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രത്തിൻ്റെ ഒരു ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാം.
വയലിൽ തുരുത്തവരാണ് നമ്മുടെ സമരായുധം കവിത. ഭൂമി കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല സാറേ. കമ്മ്യൂണിസ്റ്റ് ആയോടി. തിരിച്ചു വരാം ചായക്കൂട്ടിലേക്ക്. അപ്പോൾ ശ്രീ സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരാജിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അദ്ദേഹത്തോട് ചോദിക്കാം. അതിനു മുൻപ് ഈ IFFK ആദ്യമായി തിരുവനന്തപുരത്ത് താങ്കൾ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് IFFK അതിൽ താങ്കളുടെ സിനിമാ സങ്കല്പങ്ങളെ എല്ലാം മാറ്റിമറിച്ച ടർക്കിഷ് ഇറാനിയൻ സിനിമകൾ താങ്കൾ കാണാൻ ഇടയായി. അപ്പോൾ അതാണ് താങ്കളെ വളരെ സ്വാധീനിച്ച ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാനിവിടെ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ വരുന്ന സമയത്താണ് IFFK ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതുവരെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയുള്ള തിയേറ്ററുകളിൽ പോയി കണ്ടിട്ടുള്ള സിനിമകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന് ആദ്യമായിട്ട് IFFKയിൽ വന്ന് നമ്മൾ 1-2 സിനിമകൾ കാണുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ടർക്കിഷ് സിനിമകൾ, ഇറാനിയൻ സിനിമകളൊക്കെ കാണുമ്പോഴാണ് സിനിമയെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു മാധ്യമത്തിനപ്പുറത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിനപ്പുറത്ത് ചില കാര്യങ്ങൾ, ചില രാഷ്ട്രീയം പറയാനുള്ളതാണ് സിനിമകൾ, ചില സാമൂഹികപരമായ പ്രതിബദ്ധതയുള്ളതാണ് സിനിമകൾ, വേറിട്ട ഒരു ലാംഗ്വേജ് സിനിമയ്ക്കുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ശരിക്കും ആകർഷിച്ചു. ഇതിങ്ങനെയും സിനിമയ്ക്കൊരു മുഖമുണ്ട്, സിനിമയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കൂടിയാണ് എന്നൊരു തോന്നലെന്നാണ് ഉണ്ടാകുന്നത്. അതെ. അപ്പോൾ പ്രമുഖരായ സംവിധായകരും സിനിമകളും അന്ന് സ്വാധീനിച്ചിട്ടുള്ള അതേക്കുറിച്ചൊന്ന് പറയാമോ? അന്ന് കൂടുതൽ സ്വാധീനിച്ചത് ശരിക്കും ഇറാനിയൻ സിനിമയിൽ തന്നെയാണ്. മക്മൽ ബഫ്, മജീദ് മജീദി തുടങ്ങിയ സംവിധായകരുടെ ഒരു സ്വാധീനമുണ്ടായിരുന്നു. പിന്നെ റോമൻ പൊളാൻസ്കി തുടങ്ങിയ സംവിധായകരെ, പിന്നെ ടർക്കിഷ് സംവിധായകർ ഒമർ കാവൂർ പോലെയുള്ള ടർക്കിഷ് സംവിധായകരുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഒരുപറ്റം ലോക സിനിമയിലുള്ള ആളുകളുടെ സിനിമകൾ, ഒട്ടേറെ സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ട് ശരിക്കും. ആദ്യത്തെ സിനിമയാണ് സൈറ. സൈറ ഒരു 2009 വിഭാവനം ചെയ്തു തുടങ്ങി. 2000 ആലോചിച്ച് തുടങ്ങി. 2004 ഏകദേശം 5 വർഷത്തോളം. അതിനുശേഷം 12 ദിവസങ്ങൾ കൊണ്ടാണ് അത് പൂർത്തിയാക്കിയത്. അതെ, 12 ദിവസങ്ങളുണ്ട് അതിൻ്റെ ചിത്രീകരണം. പൂർണ്ണമായും ചിത്രീകരണം 12 ദിവസം. അപ്പോൾ എനിക്ക് ഇതാണ് അറിയേണ്ടത്. വളരെ രസകരമായിട്ട് ഡോക്ടർ ബിജു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഒരു മൂവി ക്യാമറ അദ്ദേഹം കണ്ടിട്ടില്ല. ആദ്യ സിനിമയുടെ ചിത്രീകരണ സമയത്താണ് തൊട്ടടുത്ത് ഒരു മണവാളൻ മണവാട്ടിയെ കല്യാണ ദിവസം നോക്കുന്ന പോലെ ഇടം കണ്ണിട്ട് നോക്കിയാണ് വളരെ സ്ട്രെയിഞ്ചറായ ഒരു ക്യാമറയെ അദ്ദേഹം നോക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളെക്കുറിച്ച് പറയാമോ? താങ്കൾക്ക് ആരുടെയും അസിസ്റ്റൻ്റായി ജോലി ചെയ്ത പരിചയമില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിച്ച പരിചയമില്ല. അപ്പോൾ ഈ അനുഭവം എങ്ങനെയായിരുന്നു? വായനയുടെ ഒരു പരിചയമുണ്ടായിരുന്നു? അത് ശരിക്കും എനിക്ക് തോന്നുന്നു 2 ഘടകങ്ങളാണ് അതിനെ സ്വാധീനിച്ചത്. ഒന്ന് വായനയുടെ ഒരു അനുഭവം തന്നെയാണ്. പിന്നെ 2 സിനിമ, ഈ പറയുന്ന പോലെ നമ്മൾ ലോക നിലവാരമുള്ള മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ നിരന്തരം കണ്ടുള്ള ഒരു ശീലമാണ്. ആ സിനിമകൾ കണ്ട് പഠിക്കുക, അതിൻ്റെ ഒരു ദൃശ്യഭാഷ സ്വായത്തമാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് ശരിക്കും. അപ്പോൾ ആദ്യത്തെ സിനിമ സൈറയാണ്. അത് തീവ്രവാദം, ഒരു ജേർണലിസ്റ്റിൻ്റെ ആക്രമണത്തെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. തീവ്രവാദമായിരുന്നു. അതിനുശേഷം വന്നത് വീട്ടിലേക്കുള്ള വഴി. അതിലും തീവ്രവാദം പ്രമേയമായി വന്നു. ആകാശത്തിൻ്റെ നിറത്തിൽ വരുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. അതേസമയം പേരറിയാത്തവരിൽ പരിസ്ഥിതി. ഇതേപോലെ പ്രമേയത്തിലൊരു വൈവിധ്യം കൊണ്ടുവരാൻ തന്നെ താങ്കൾ പലപ്പോഴും ബോധപൂർവം തന്നെ ശ്രമിക്കുന്നുണ്ട്. അതെ, കാരണം ഞാനിപ്പോഴും ആലോചിക്കുന്നു, നമ്മൾ ഒരു സിനിമ, ഇപ്പോൾ ആദ്യത്തെ 3 സിനിമയും തീവ്രവാദം തന്നെയായിരുന്നു. പക്ഷേ തീവ്രവാദത്തിൻ്റെ 3 തലങ്ങളാണ്. ഇപ്പോൾ സൈറ ഭരണകൂടത്തിൻ്റെ ഒരു തീവ്രവാദമായിരുന്നു കൈകാര്യം ചെയ്യുന്നത്. രാമൻ എന്ന് പറയുന്ന സിനിമ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു തീവ്രവാദമായിരുന്നു. വീട്ടിലേക്കുള്ള വഴി മത തീവ്രവാദമായിരുന്നു കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രിലോഗി എന്ന രീതിയിൽ ഈ 3 സിനിമയും കഴിയുമ്പോഴാണ് അടുത്ത സിനിമയെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമകളുടെ ഒന്നും ഒരു സ്വാധീനം ഉണ്ടാവാതെ, അതുമായിട്ടൊന്നും ഒരു താരതമ്യം വരാത്ത തരത്തിലുള്ള ഒരു സിനിമ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് മാനവികത വിഷയമാക്കുന്ന ആകാശത്തിന് നിറം വളരെ എൻ്റയർലി ഈ 3 സിനിമകളിൽ നിന്നും
പൂർണ്ണമായും വേറിട്ട ഒരു സിനിമയാണ് ആകാശത്തിൻ്റെ നിറം. താങ്കൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾ സിനിമകൾ ഉണ്ടാക്കുന്നത് താങ്കൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രതികരണമായിട്ടാണോ, ഇതിനോടൊക്കെ പ്രതികരിക്കാനുള്ള ഒരു ചേതനയാണോ അതിൽ? തീർച്ചയായിട്ടും ഞാനെപ്പോഴും വിചാരിക്കുന്നത് നമ്മളൊരു സിനിമ ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരിക്കും. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ആവരുത് നമ്മൾ സിനിമ ചെയ്യുന്നത്. അങ്ങനെ അത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരുടെ ഇഷ്ടം. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് നമ്മളെ പൂർണ്ണമായി ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമ നമുക്ക് ലജ്ജിക്കാൻ, ഞാൻ ചെയ്ത സിനിമയാണ് എന്ന് പിന്നീട് ലജ്ജയോടെ പറയാൻ പറ്റാത്ത ഒരു സിനിമയാവണം. അപ്പോൾ അത് തന്നെയാണ് ആദ്യത്തെ ഒരു ഇത്. പിന്നെ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന വിഷയങ്ങളിലായിരിക്കണം ഞാൻ സിനിമ ചെയ്യുന്നത്. ശരി. അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയ സൈറ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് സിനിമ സെക്ഷനിൽ പ്രദർശനം അനുവദിച്ചു കിട്ടിയ ഒരു സിനിമയാണ് സൈറ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതിലെ ഒരു ദൃശ്യം നമുക്കിപ്പോൾ കാണാം. നിങ്ങളും പോവായി. എങ്ങോട്ടാ പോവാന്ന് അമ്മതിനും അറിയില്ല. എങ്കിലും പോയല്ലേ പറ്റൂ. അതാ അഭയാർത്ഥികളുടെ വിധി. പോകാൻ പറഞ്ഞാ പോണം. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എല്ലാവരും ഇവിടെ വിട്ട് പോണമെന്നാ പോലീസ് പറഞ്ഞത്. അപ്പൊ നിങ്ങളോ? അറുമുഖം പോകണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ നല്ല കൊയ്ത്തല്ലേ, പിന്നെ പോലീസിന് കൈക്കൂലി കൊടുത്തെന്നാ തോന്നണത്. ഞാനും പോകുന്നില്ല. എങ്ങോട്ട് പോകാനാ? എവിടെ ആയാലും ഇതുപോലൊക്കെ തന്നെ. കൈ ഉയർത്താൻ കഴിയുന്നിടത്തോളം കാലം ഈ ഡോലക്ക് വായിക്കാം. ആരെങ്കിലും എന്തെങ്കിലും തന്നാ വാങ്ങാം. എനിക്കും എന്റെ കുട്ടിക്കും കഴിയാൻ അത് തന്നെ ധാരാളം. മാറനാട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം 8 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വർഗീയ കാപാലികരുടെ പൈശാചികമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ മാറനാട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം 8 പേർ കൊല്ലപ്പെട്ട വർഗീയ കലാപത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. നവ്യ നായർ എന്ന നടിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ്. ഞാൻ നിർത്തിയെടുത്തു തന്നെ തുടങ്ങാം. താങ്കൾ ഈ പ്രമേയ വൈവിധ്യം കൊണ്ടുവരുമ്പോഴും താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലയാള സമാന്തര സിനിമ പഴയ കാൽപ്പനികതകളിലും ഒക്കെ കുടുങ്ങി കിടക്കുന്ന എയ്സ്തെറ്റിക്സിൽ മാത്രം അഭിരമിക്കുന്ന ഒരു സമാന്തര സിനിമയാണ്. ഇതിൽ നിന്ന് ഒരുപാട് മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഒരു ലോകത്ത് ഉള്ള ഒരു ലോകമെമ്പാടുമുള്ള സിനിമയുടെ ഒരു സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ, സിനിമയുടെ ഒരു സമകാലിക ചരിത്രം നോക്കിയാൽ ലോകത്തെ ആർട്ട് ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്ന സിനിമകളൊക്കെ തന്നെ പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങളിൽ വളരെ നൂതനമായ ഭാഷയിൽ ഒക്കെ സിനിമകൾ വിപ്ലവകരമായി മാറിയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അതിന് ആനുപാതികമായി ശരിക്കും നമ്മുടെ ഒരു മലയാളത്തിലെ സിനിമകൾ മാറുന്നില്ല എന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണ്. മലയാളത്തിലെ ആർട്ട് ഹൗസ് സിനിമകൾ ഇപ്പോഴും നമ്മളൊരു പഴയ നമ്മുടെ നാലുകെട്ടിലും അങ്ങനെയൊക്കെ കറങ്ങിക്കിടക്കുകയാണ്. കുറച്ചുകൂടി വിപ്ലവകരമായ ഒരു തരത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേറിട്ടൊരു തരത്തിലുള്ള ദൃശ്യഭാഷ ഉണ്ടാക്കാനൊന്നും നമ്മൾ മലയാളം അങ്ങനെ ശ്രമിക്കാറില്ല. അതൊരു പോരായ്മയായിട്ട് തന്നെ നമുക്കെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
ശരി ശരി. അപ്പോൾ ഈ പ്രധാന കഥാപാത്രങ്ങൾ താങ്കളുടെ സിനിമയെ പറ്റി പറയുമ്പോൾ പ്രധാന കഥാപാത്രങ്ങൾ കുട്ടികളുമായി സംവദിക്കുമ്പോഴാണ് കഥയുടെ പ്രമേയത്തിൻ്റെ ചുരുളഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ജീവിത തത്വങ്ങൾ ഇതിൽ കൂടെ താങ്കൾ പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ വായിക്കട്ടെ. നെടുമുടി വേണു ആകാശത്തിൻ്റെ നിറത്തിൽ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം പറയുന്നു, ആകാശത്തിൽ ഒരുപാട് നിറങ്ങളുണ്ട്, ആകാശത്തിൽ നമ്മൾ നോക്കുന്ന നിറങ്ങൾ മാത്രം നമ്മൾ കാണുന്നു. അതേപോലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം വീട്ടിലേക്കുള്ള വഴിയിൽ പറയുന്നു, വീട്ടിലേക്ക് ഒരുപാട് വഴികളുണ്ട്, നമ്മുടെയും നിൻ്റെ അച്ഛൻ്റെയും വഴികൾ രണ്ടാണ്, അച്ഛന് തോന്നും അച്ഛൻ്റെ വഴിയാണ് ശരിയെന്ന്. അപ്പോൾ ഈ എഴുത്തിൻ്റെ പ്രക്രിയ, താങ്കൾ തന്നെയാണ് എഴുതുന്നത്, ഈ എഴുത്തിൻ്റെ പ്രക്രിയ എങ്ങനെയാണ്? കഥാപാത്രങ്ങളിൽ നിന്ന് വികസിക്കുന്ന ഒരു കഥയാണോ, അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്ന് വികസിക്കുന്ന ഒരു പ്രമേയമാണോ? കൂടുതലും ആശയങ്ങളിൽ നിന്നാണ് സിനിമ വികസിക്കുന്നത്. നമ്മൾ അടുത്തതായിട്ടൊരു സിനിമ ചെയ്യാൻ ആലോചിക്കുമ്പോൾ എന്ത് വിഷയമാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒരാലോചന വരും. ശരി. അപ്പോൾ ആ വിഷയത്തെ കേന്ദ്രീകരിച്ചതിന് ശേഷമാണ് പിന്നെ കഥാപാത്രങ്ങൾ ആ വിഷയത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരിക എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നത്. ഇപ്പോൾ ഓരോ വിഷയവും അതിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ ആരാവണം, ആരെ എന്നുള്ളത് ആർട്ടിസ്റ്റല്ല ഞാൻ പറയുന്നത്, കേന്ദ്ര കഥാപാത്രം ഏത് സ്വഭാവത്തിലുള്ള ഒരു കഥാപാത്രമായിരിക്കണം, അയാളുടെ ഒരു പ്രൊഫഷൻ എന്തായിരിക്കണം എന്നൊക്കെ നമ്മൾ ആ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് കൊണ്ടുവരിക. ഇപ്പോൾ പേരറിയാത്തവരിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സമൂഹത്തിൻ്റെ പുറമ്പോക്കുള്ളിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നായകനായി നമ്മളിതിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നത് ഒരു തൂപ്പുകാരനെയാണ്. പക്ഷേ വീട്ടിലേക്കുള്ള വഴിയിലൊരു യാത്രയാണ്, പല ദേശങ്ങൾ കടന്നുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പക്ഷേ ആ ഭാഷ കൂടി അറിയാവുന്ന, അത് നമുക്കൊരു ഓഡിയൻസിന് കണക്ട് ചെയ്യാവുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് ഒരു ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി എന്നുള്ള ഡോക്ടർ എന്നുള്ളൊരു ക്യാരക്ടറൊക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ആശയങ്ങളിൽ നിന്ന് തന്നെയാണ് സിനിമ വികസിക്കുന്നത് എപ്പോഴും. പിന്നെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യം, താങ്കളുടെ സിനിമയിൽ പ്രകൃതിയും സംഗീതവും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി വരുന്നുണ്ട്. വീട്ടിലേക്കുള്ള വഴിയിലെ രാജസ്ഥാൻ മരുഭൂമികളും ലഡാക്കിലെ മലനിരകളും, അതേപോലെ ആകാശത്തിൻ്റെ നിറത്തിലെ കാടുകളും കടലും നിലാവും എല്ലാം വളരെ നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ സംഗീതം, അതത് പ്രദേശങ്ങളിലെ സംഗീതം, ബംഗാൾ സംഗീതം, രാജസ്ഥാനിലെ നാടോടി സംഗീതം, ഈ സ്വാധീനങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ശരിക്കും സിനിമ ഒരു ദൃശ്യഭാഷയാണ്. നമ്മുടെ മലയാളത്തിൽ മാത്രമാണ് അതൊരു വെർബൽ ഡയറി എന്നുള്ള തരത്തിലേക്ക് വെർബൽ ഡയറി അങ്ങനെ മാറിയിരിക്കുകയാണ് ശരിക്കും. അതായത് സംഭാഷണങ്ങളിലൂടെയാണ് സിനിമ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് തിരിച്ചാണ്. ഇപ്പോൾ ഇറാനിയൻ സിനിമകളുടെയൊക്കെ ഒരു സ്വാധീനം, കിം ഗ്യുഡുക്കിൻ്റെയൊക്കെ സിനിമകളുടെ ഒരു സ്വാധീനമാവാം തീർച്ചയായിട്ടും. പക്ഷേ ഒരു സിനിമയെന്ന് പറയുന്നത് ദൃശ്യങ്ങളിലൂടെ കഥ പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സംഭാഷണങ്ങൾ എത്രയും കുറയ്ക്കാമോ അത്രയും ദൃശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക, പ്രകൃതിക്ക് പ്രാധാന്യം നൽകുക, കഥാപാത്രങ്ങളുടെ ചില സൂക്ഷ്മ ചലനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അപ്പോൾ അത്തരത്തിലാകുമ്പോഴാണ് ആ സിനിമയ്ക്ക് നമുക്കൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ടാവുക, ലോകത്ത് എവിടെയും ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരിക. അപ്പോൾ അത്തരത്തിൽ സിനിമ ഒരു ദൃശ്യം കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവണം, അല്ലാതെ നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ ഒരിക്കലും. പക്ഷേ ഇതെല്ലാം തന്നെ ഈ പ്രകൃതിയും സംഗീതവും എല്ലാം താങ്കളുടെ ആ നറേറ്റീവിനോട് വളരെ ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നു. അതെ അതെ അതെ. കാരണം ആ സിനിമ ശരിക്കും സിനിമ ആലോചിക്കുമ്പോൾ തന്നെ അത് ആ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തന്നെയാണ് ഞാൻ സിനിമ ആലോചിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രമേയങ്ങളാണ് കൂടുതലും സ്വീകരിക്കുന്നത്. ഇപ്പോൾ പേരറിയാത്തവരൊക്കെ വളരെ ചേരിയിൽ ഉള്ള കഥയാണ് കൂടുതലും. നഗരമാണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം. പക്ഷേ എങ്കിൽ പോലും അതിലും നമ്മുടെ ഈ നഗരത്തിനൊരു പ്രകൃതിയുണ്ട്. വളരെ രാവിലെ തിരക്കേറിയൊരു റോഡ്, അത് ഒരു പക്ഷേ ഏർലി മോർണിംഗ് ഒട്ടും തിരക്കില്ലാതെ മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന ഒരു റോഡ്, രാത്രിയിലാകുമ്പോൾ ഒരു മനുഷ്യനുമില്ലാതെ അവിടെ കിടന്നുറങ്ങുന്ന ആളുകളുടെ ഒരു റോഡ്. അപ്പോൾ ആ ഒരു കാഴ്ചയും ഡിഫറെൻ്റ് കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതി എപ്പോഴും സിനിമകളിൽ നമ്മൾ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല ആ പ്രകൃതി. ആൻഡമാനിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണ് ആകാശത്തിൻ്റെ നിറം. അതിലെ ഒരു ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാം. കടലിൻ നീലത്താളിൽ നിശയൊരു കവിത കുറിക്കുന്നു, കവിത കുറിക്കുന്നു.
പൊയ്കയിൽ മുങ്ങിക്കുളിച്ചു പൂമുടി കോതി രജനീരമണി നീയൊരു സുന്ദര രവിവർമ്മ ചിത്രം പ്രകൃതി മനോഹരി നിൻ പ്രണയാകുലമാം ഗീതമിതാർക്കായി പറയൂ 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 നീ പറയൂ 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 നീ കടലിൻ നീല താളിൽ നിശയോ. വളരെയധികം ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഒരു സിനിമയാണ്. താങ്കളുടെ ഏറ്റവും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദൃശ്യവും ഒരു ചിത്രത്തിൻ്റെ ചാരുതയോടെ വരുന്ന ഒരു സിനിമയാണ്. ഒരു നീണ്ട താരനിര തന്നെയുണ്ട്. അമല പോൾ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്. അപ്പോൾ നല്ല സിനിമയുടെ ഭാഗമാകാൻ സന്നദ്ധരായ ഒരു കൂട്ടം നടന്മാരും താങ്കൾക്ക് സഹകരിച്ച് കൂടെയുണ്ട്. ഞാൻ വരട്ടെ ലോക ചലച്ചിത്രമേളകളെക്കുറിച്ച്. ഒരുപാട് ലോക ചലച്ചിത്രമേളകളിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ താങ്കൾ ഒരു സജീവ സാന്നിധ്യമാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഈ സൗഹൃദങ്ങളെക്കുറിച്ച്, മറ്റ് സംവിധായകരുമായുള്ള സൗഹൃദം, താങ്കളുടെ ഇൻട്രാക്ഷൻ, അതുപോലെ താങ്കൾ ശ്രദ്ധിക്കുന്ന പുതിയ ലോക സിനിമയിൽ വരുന്ന പുതിയ പ്രവണതകളും അതേക്കുറിച്ചൊന്ന് പറയാം. ഈ ഫെസ്റ്റിവൽ ശരിക്കും ഒരു വലിയ ഊർജ്ജമാണ്. നമുക്ക് ഈ ലോക പ്രശസ്തരായ നമ്മളൊക്കെ ആരാധിക്കുന്ന സംവിധായകരുമായ ഒരു അടുപ്പമുണ്ടാവുക, അവരുമായി ഒരു നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ ആളുകളുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അത്തരത്തിലൊരു വലിയ സൗഹൃദം നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് സ്വാധീനിക്കുന്ന ഒരു ഡയറക്ടറാണ് കിങ്കി ഡുക്ക്. അതുപോലെ തന്നെ ഇനാരിറ്റു, അലക്സാണ്ടർ ഗോൺസാൽസ് ഇനാരിറ്റു. അപ്പോൾ ഇവരെയൊക്കെ പല ആളുകളിൽ വെച്ച് കാണുവാനും അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുവാനും നിരന്തരമായി ബന്ധപ്പെടുവാനുമുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇന്ത്യക്കകത്ത് തന്നെ ഗിരീഷ് കാസറോളി പോലെയുള്ള അതേപോലെയുള്ള സംവിധായകർ, മറാത്തിയിലുള്ള പുതിയ എന്താ പറയുക പുതിയ സംവിധായകർ ഉൾപ്പെടെയുള്ള അവരെ ബംഗാളി സംവിധായകർ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമുക്കൊരു നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരുടെ പടങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മുടെ മലയാളത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് അവരെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളതൊരു വലിയ, നമ്മളൊരു സിനിമയുടെ ഒരു പ്രക്രിയയിൽ നമ്മൾ അതൊരു വലിയ എല്ലാം ഒരു അറിവ് കൃത്യമാക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. കിം കിഡുക്കിൻ്റെ വളരെയധികം ചർച്ച ചെയ്യുന്ന, താങ്കൾ അദ്ദേഹത്തെ പറ്റി ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. താങ്കളെ ഒരുപാട് സ്വാധീനിച്ച ഒരു സംവിധായകനാണ്. മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ്. ഇപ്പോൾ നമ്മുടെ ചായക്കൂട്ടിൽ ഒരു കമേഴ്സ്യൽ ബ്രേക്കിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരാം. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. जादूगर अंकल, मेरे घर में रोज पानी खत्म हो जाता है, क्या आप उसे भी दुगना कर सकते हैं? हंसिए मत, क्योंकि ऐसा सबके घरों में होता है। हम सब्जियां, कपड़े धोने, दाढ़ी बनाने और नहाने में बाल्टी में भरे पानी का उपयोग करें और लीकेज व पानी की टंकी ओवरफ्लो न होने दें। क्यों चुनमुन, हो गया ना पानी दुगना। जल बचाएं, कल बचाएं। ചായക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ അതിഥി ഡോക്ടർ ബിജു ആണ്. ഈ സിനിമകളെല്ലാം ദേശീയ അവാർഡിന് പുറമെ പല ലോകോത്തര ചലച്ചിത്രമേളകളും പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അവാർഡുകൾ താങ്കൾ ഒരു കലാമൂല്യത്തിനുള്ള ഒരു അംഗീകാരമായി കാണുന്നുണ്ടോ? ഈ അവാർഡുകൾ പ്രേക്ഷകനെ സിനിമയിലേക്ക് അടുപ്പിക്കുന്നതായി കരുതുന്നുണ്ടോ? അവാർഡുകൾ ഒരുപക്ഷെ കലാമൂല്യത്തിനുള്ള ഒരു അംഗീകാരങ്ങളുടെ ഒരു ഘടകമാണത്. അവാർഡുകൾ തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ നമുക്കത് കുറച്ചുകൂടി ഊർജ്ജം നൽകുന്നുണ്ട്. ഒപ്പം ഒരുപക്ഷെ ദേശീയ പുരസ്കാരമൊക്കെ കിട്ടുമ്പോൾ ഈ പ്രേക്ഷകൻ കുറച്ചുകൂടി ഈ സിനിമകളെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അത് കാണികൾ, ഒരുപക്ഷെ നമ്മുടെ തദ്ദേശീയരായ കാണികളിലെ കുറെ കൂടി ആകർഷിക്കാൻ അത് സാധ്യമാകുന്നുണ്ട്.
ആ ഒരർത്ഥത്തിൽ അത് അവാർഡുകളും ഇപ്പോൾ സുരാജിനിപ്പോൾ ഈ പുരസ്കാരം കിട്ടിയപ്പോൾ ഈ സിനിമ കുറച്ചുകൂടി ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റ് സിനിമകളേക്കാൾ കുറച്ചുകൂടി ഒരു കാണികൾ ഇതിലേക്ക് ആകർഷ്ടരാകും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ താങ്കൾ പറയുന്നുണ്ട് പ്രദർശന വിജയമല്ല ഒരു സിനിമയുടെ വിജയത്തിൻ്റെ മാനദണ്ഡം. പക്ഷേ അതേസമയം താങ്കൾ പറയുന്നുണ്ട് അവാർഡുകൾ മലയാള സിനിമയ്ക്ക്, സമാന്തര മലയാള സിനിമയ്ക്ക് പ്രമുഖമായ അന്താരാഷ്ട്ര അവാർഡുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നും താങ്കൾ പറയുന്നുണ്ട്. അപ്പോൾ അവാർഡുകളെ അവസാന വാക്കായി കാണേണ്ടതുണ്ടോ? ഇല്ലില്ല, അവാർഡുകളല്ല അവസാന വാക്ക്. കാരണം പലപ്പോഴും ഒരു അവാർഡുകൾക്കും അതിൻ്റെതായ രാഷ്ട്രീയമില്ലേ? ഒരു സിനിമ അവാർഡ് കിട്ടിയാൽ, എൻ്റെ ഒരു പക്ഷം ഇതാണ്, ഒരു സിനിമ അവാർഡ് കിട്ടിയാൽ, സംസ്ഥാന അവാർഡാവട്ടെ ദേശീയ അവാർഡായിക്കോട്ടെ, അത് കിട്ടിയാൽ അത് ആ സിനിമയ്ക്ക് അർഹമായിരുന്നു എന്ന് പിന്നീട് ആ സിനിമ തെളിയിക്കേണ്ടതുണ്ട്. ശരി. ആ അവാർഡോടുകൂടി ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നതോ അവസാനിച്ചാൽ ആ അവാർഡിന് ആ സിനിമ അർഹമല്ലായിരുന്നു എന്നുള്ളതാണ്. അവാർഡ് കിട്ടിയതിന് ശേഷം ഒരുപക്ഷെ അതിനേക്കാട്ടിലും മികച്ച വേദിയിൽ ഈ സിനിമ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വർഷങ്ങളോളം, ഒരുപക്ഷെ ഒരു 4, 5, 10 പിന്നീടൊരു ചരിത്രം ഒന്നാകെ ആ സിനിമകൾ ചർച്ച ചെയ്യപ്പെട്ടാൽ മാത്രമേ എന്താ പറയുക, ആ സിനിമ അവാർഡിന് അർഹമായിരുന്നു എന്ന് പൊതുസമൂഹം അംഗീകരിക്കുകയുള്ളൂ. ശരി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിതരണക്കാരും ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ താങ്കൾ പറഞ്ഞു ഇത് ഗവൺമെൻറ്റിനും, നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കാത്ത ഗവൺമെൻറ്റിനും വിതരണക്കാർക്കും സ്ഥാപിത താല്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണെന്നും താങ്കൾ പറഞ്ഞിരുന്നു. അതെ, ശരിക്കും മലയാളത്തിൽ ഒരു നല്ല സിനിമ ചെയ്യുവാൻ ഏറ്റവും മോശമായ ഇടമെന്ന് പറയുന്നത് ഇന്ന് മലയാളമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മറാത്തി, ഉദാഹരണമായിട്ട് മറാത്തി എടുത്തു കഴിഞ്ഞാൽ, മറാത്തിയൊക്കെ ഇത്തരം നല്ല സിനിമകളുടെ നിർമ്മാണത്തിന്, അതിൻ്റെ ഒരു വിതരണത്തിന്, അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറാത്തിയിൽ എപ്പോഴും നല്ല സിനിമകൾ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ വന്നാൽ നമുക്കത് കാണേണ്ട കാര്യമില്ല, അതല്ലെങ്കിൽ ഇത്തരം സിനിമകൾ നമുക്ക് വേണ്ട, മറിച്ച് കച്ചവട സിനിമകൾ മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കാണികൾക്കും പ്രേക്ഷകർക്കും. കാണികളെ അത്ര പറയാൻ പറ്റില്ല, കാര്യം കാണികൾക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ല അത്തരം സിനിമകൾ കാണാനുള്ള. ശരി, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ദേശീയ അവാർഡ് പുരസ്കാരം നേടിയ സലീം കുമാർ, സുരാജിന് മുമ്പ് നമുക്ക് മലയാളത്തിലേക്ക് ദേശീയ അവാർഡ് കൊണ്ടുതന്ന നടനാണ്, വളരെ ശ്രദ്ധേയനായ നടനാണ് ശ്രീ സലീം കുമാർ. അദ്ദേഹം ഇപ്പോൾ ഡോക്ടർ ബിജുവിനോട് സംസാരിക്കാൻ ലൈനിലുണ്ട്. സ്വാഗതം സലീം കുമാർ, കേൾക്കാമോ? സ്വാഗതം. ഡോക്ടർ ബിജുവിൻ്റെ സിനിമകളെല്ലാം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും. കോൾ കട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സുരാജിന് അവാർഡ് കിട്ടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട് തിരക്കഥയുടെ 2 പേജ് മറിച്ച് നോക്കിയതിനു ശേഷം അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. അതേസമയം വളരെ ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയതാണ്, താങ്കൾ ആ തിരക്കഥയുമായി വേറെ 3 നടന്മാരെ സമീപിച്ചപ്പോൾ, ദിലീപ്, ജയസൂര്യ, ബിജു മേനോൻ, ഇവരെ സമീപിച്ചപ്പോൾ അവർ പല രീതിയിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അപ്പോൾ നല്ല സിനിമയോട് മുഖം തിരിക്കുന്ന ഈ താര സമീപനങ്ങൾ, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതും എനിക്ക് തോന്നുന്നത് ഇവരിത് പിന്മാറിയത് ഒരു പക്ഷേ അവരുടെ തിരക്കുകളോ എന്തൊക്കെയാവാം. പക്ഷേ എന്തായാലും പലർക്കും ഒരുപക്ഷെ മറ്റു സിനിമകളുടെ ഒരു തിരക്കിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. സലീം കുമാർ വീണ്ടും ലൈനിൽ വന്നിരിക്കുന്നു. സലീം കുമാറിനെ സ്വാഗതം ചെയ്യാം. സലീം കുമാർ, കേൾക്കാമോ? സലീം കുമാർ, ഹലോ, കട്ടായി പോയതാ. ശരി, കേൾക്കാമോ? ഇപ്പോൾ പറയുന്നത് കേൾക്കാമോ? ഡോക്ടർ ബിജുവിനോട് സംസാരിച്ചോളൂ. നമസ്കാരം ബിജു. നമസ്കാരം. ഇപ്പൊ നമ്മൾ തമ്മിൽ ഈ ഫോണിലൂടെ, ഈ ടിവിയിലൂടെ സംസാരം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഫോണിൽ ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. ഇപ്പൊ ടെലിവിഷനിലും ഇപ്പൊ തമ്മിൽ കാണല് നമ്മൾ കുറവാണെങ്കിലും. അതെ. എവിടെയാണ് ഇപ്പോ? ലൊക്കേഷനിലാണോ? അല്ലല്ല, ഞാൻ വീട്ടിലാണിപ്പോ. വീട്ടിലാണ്. സലീം കുമാർ, താങ്കൾ പുതിയതായി ഒരുപാട്, താങ്കൾ തന്നെ ചില ചെറിയ ഹ്രസ്വചിത്രങ്ങളിലെല്ലാം ചെയ്യാൻ പോകുന്നു എന്നും ഒക്കെ ഞങ്ങൾ വളരെ ഉത്സുകരാണ്. ദേശീയ അവാർഡ് കിട്ടിയ ഒരു നടനാണ്. അപ്പോൾ അതേ തരത്തിലുള്ള കഥാപാത്രങ്ങളും പ്രകടനങ്ങളും താങ്കളിൽ നിന്ന് ഇനിയും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഞാനിപ്പോ ഏറ്റവും ആദ്യമായിട്ട് ഇതൊരു ഡോക്യുമെന്ററിയാണ്. അത് 3-4 വർഷങ്ങളായി.
അതെ. അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്നു. ഇനി ഒരു സിനിമ, അതാണ് ഈ വർഷത്തെ എന്റെ ടാർഗറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും അറിയില്ല എന്നിരുന്നാൽ പോലും ശരി, അത് തീർച്ചയായിട്ടും ഒരു നല്ല ചിത്രം ശരി ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ ഡയറക്ഷൻ തന്നെ ചെയ്യാൻ പോകുന്ന ഒരു പടമായിരിക്കും അത്. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം. അപ്പൊ ആരോടും എനിക്ക് എന്താ പറയാ. സലീം കുമാർ, എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളെ പോലെ തന്നെ ഒരു കോമഡി നടനായി ബ്രാൻഡ് ചെയ്യപ്പെട്ട സുരാജ് വെഞ്ഞാറമൂട്, താങ്കൾക്ക് ശേഷം ഏറ്റവും പരമോന്നത ബഹുമതിയായ ദേശീയ അവാർഡ് താങ്കൾക്കും സുരാജിനും കിട്ടിയിരിക്കുന്നു. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതിനെ കുറിച്ചെന്ന് വെച്ചാല് സുരാജ് നന്നായിട്ട് അഭിനയിച്ചു. സുരാജിന് അവാർഡ് കിട്ടി. അതിനെ കുറിച്ച് അതിന് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ഇതൊരു വളരെ വളരെ സ്വാഗതം അർഹിക്കുന്ന ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നില്ലേ? പലരുടെയും വായടയ്ക്കുന്ന ഒരു ട്രെൻഡ് അല്ലേ? ചിലർക്ക് കിട്ടുമ്പോൾ മാത്രം എന്ത് തോന്നുന്നു എന്നും ചിലർക്ക് കിട്ടുമ്പോൾ ഈ ചോദ്യങ്ങൾ അപ്രസക്തമാവുന്നുണ്ട്. ചിലർക്ക് കിട്ടുമ്പോൾ എന്ത് തോന്നുന്നു, ഒരു തോന്നലിന്റെ ആവശ്യമില്ല. ഇപ്പൊ ബിജുവിന്റെ ചിത്രത്തില് അഭിനയത്തിന് അവാർഡ് കിട്ടിയത് അദ്ദേഹം കഥാപാത്രമായിട്ട് തന്മയത പ്രാപിച്ചു. താങ്കളെ ഏറ്റവും ആകർഷിച്ച ഡോക്ടർ ബിജുവിന്റെ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? എന്തോ? താങ്കളെ ഏറ്റവും ആകർഷിച്ച ഡോക്ടർ ബിജുവിന്റെ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ബിജുവിന്റെ ഏറ്റവും ആകർഷിച്ച പടം സൈറ, വീട്ടിലേക്കുള്ള വഴി. അതെ, ഈ രണ്ട് ചിത്രങ്ങളാണ്. മറ്റു ചിത്രം ഞാൻ കണ്ടിട്ടില്ല. ആൻഡ്മാനിന്റെ ചിത്രീകരിച്ചൊരു പടം ഉണ്ടല്ലോ, ശരി, ആകാശത്തിന്റെ, അത് ഞാൻ കണ്ടിട്ടില്ല. വളരെ നന്ദി സലീം കുമാർ ഞങ്ങളോട് ചേരുന്നതിന്. താങ്ക് യു. അപ്പോൾ നമ്മൾ നിർത്തിയെടുത്തുനിന്ന് തന്നെ വീണ്ടും തിരിച്ചു വരാം. ഈ പല താരങ്ങളും സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. അത് എനിക്ക് തോന്നുന്നു ഈ പലപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ആ താരങ്ങളും ഒക്കെ അവർ കൂടി ഈ സിനിമയുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിനിമയാണെന്ന് അവർക്കൊരു പക്ഷേ തോന്നിയിട്ടില്ലായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ മറ്റ് തിരക്കുകൾ കൊണ്ടാവാം. അതെന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ അരിമണിയിലും അത് ആരാണ് ഭക്ഷിക്കേണ്ടതെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് പേര് എന്ന് പറയുന്ന പോലെ. സുരാജിലേക്ക് പക്ഷേ അതിന്റെ മറുവശത്ത് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ വളരെ സജീവമായ സാന്നിധ്യമാണ് താങ്കളുടെ സിനിമകളിൽ. അപ്പോൾ ഈ നല്ല സിനിമയുടെ ഭാഗമാകാനുള്ള ഈ ഒരു സന്നദ്ധതയും താങ്കൾ നോട്ടീസ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. അത് എപ്പോഴും നമ്മുടെ ഒരു സിനിമ സ്ഥിരമുള്ള ഒരു ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ആശയത്തോടും അതിൻ്റെ ഒരു രീതിയോടും ട്രീറ്റ്മെൻറ്റിനോടും ഒക്കെ താല്പര്യമുള്ള താരങ്ങൾക്കാണ് അതിനോട് അടുപ്പം തോന്നുക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പലരോട് സംസാരിക്കുമ്പോൾ ചിലർക്ക് അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ താല്പര്യമുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവില്ല. മറ്റു ചിലർക്ക് അത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, നമുക്കിത് ഭാഗവാക്കാവേണ്ടതാണെന്ന് തോന്നുന്നുണ്ടാവാം. അതൊക്കെ തന്നെയായിരിക്കാം അതിൻ്റെ ഒരു വ്യത്യാസം. ശരി. അപ്പോൾ വളരെ ശ്രദ്ധേയമായ തീവ്രവാദം പ്രമേയമാക്കി ചെയ്ത ഒരു സിനിമയാണ് വീട്ടിലേക്കുള്ള വഴി. അതിലെ ഒരു ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാം. இது ஜெய்சால்மேல் ஒரு அட்ரஸ். கொஞ்ச நாள் குழந்தையோட நீங்கள் அங்கே இருங்க. அதுக்கப்புறம் என்ன பண்ணோன்னு அவங்க அவங்ககிட்ட சொல்லுவாங்க. அப்போது ரஜாக்கு வருന്നില്ലേ? இல்லை, திருப்பி ஜோத்பூர் போன தான் என்கிட்ட சொல்லியிருக்காங்க. அஜ்மேரில் எதிர்பார்க்காம நடந்த அந்த என்கவுண்டர்னால புஷ்கரில் நம்ம நடத்த வேண்டிய இந்த ஆப்ரேஷன் ஃபெயிலியர் ஆயிடுச்சு. அமைப்போட சம்மந்தப்பட்ட எல்லாரும் அவங்க இடத்துக்கு திருப்பி போனோன்னு தான் சொல்லியிருக்காங்க. நீங்கள் எந்த பக்கத்தில் போகலாம்? ஜெய்சால்மேருக்கு கொஞ்சம் முன்னாடி வரைக்கும் இந்த ட்ரக்கு போவோம். அங்கேருந்து ஜெய்சால்மேருக்கு வேறு ஏதாவது வண்டி கிடைக்கும். கூடி சீக்கிரம் அஜ்மேர்லேருந்து நீங்கள் போயிடணும். அது அப்போ முக்கியம். வாங்க. குழந்தை
டாக்டர், என்ன சொல்லணும்னு எனக்கு தெரியல. உங்களுக்கு யாருன்னு கூட தெரியாத ஒரு குழந்தைக்கு வேண்டி நீங்க இவ்வளவு கஷ்டப்பட்டிருக்கீங்க. எங்க உண்மையான பேரும் நம்பரும் யார்கிட்டையும் കൊടുക്കக்கூடாதுன்னு தான் എൻകിட்ட சொல்லியிருக்காங்க. ഞാനത് വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഭാഗമായ വീട്ടിലേക്കുള്ള വഴിയുടെ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. താങ്കളുടെ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ സിനിമയിലെ എഴുത്തിനെ കൂടാതെ വളരെ സജീവമായി ലേഖനങ്ങൾ എഴുതുന്നു, സിനിമയെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുന്നു, വളരെ ശക്തമായ ഭാഷയിൽ വളരെ ആർജവത്തോടെ ഉള്ള എഴുത്തുകളാണ് ഈ ലേഖനങ്ങൾ പലതും. അപ്പോൾ ഇന്ന് പറയുന്നു മലയാള സിനിമയിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട് എന്ന് സിനിമാ പ്രവർത്തകർ വിലപിക്കുമ്പോൾ താങ്കൾ പറയുന്നു ഒരേ ഒരു പ്രതിസന്ധിയുള്ളത് മലയാളത്തിൽ നല്ല സിനിമ ഉണ്ടാകുന്നില്ല എന്നാണ്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും പ്രതിസന്ധിയെപ്പറ്റി സംസാരിക്കുന്നത് മലയാളത്തിലെ സിനിമകൾ തിയേറ്ററിൽ ഓടുന്നില്ല, അതല്ലെങ്കിൽ നിർമ്മാണപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ തർക്കങ്ങൾ, വിലക്കുകൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത്. പക്ഷേ മലയാളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. മലയാളത്തിലെ നല്ല സിനിമകൾ നമുക്ക് നമ്മുടെ സിനിമകൾ എന്നുള്ള ഒരു തരത്തിൽ നമുക്ക് പുറത്ത് കാണിക്കാവുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടും അംഗീകരിക്കുന്ന അത്തരം സിനിമകൾ നമുക്കുണ്ടാകുന്നില്ല, അത്തരത്തിലുള്ള പുതിയ സംവിധായകർ നമുക്കുണ്ടാകുന്നില്ല. അത് തന്നെയാണ് ബേസിക് പ്രശ്നം. അത്തരത്തിൽ മാറി ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ ലോക സിനിമകളോട് ചേർത്ത് വെക്കാവുന്ന തരത്തിലുള്ള സിനിമകൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം. ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പദമാണ് ന്യൂ ജനറേഷൻ സിനിമ. അപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ന്യൂ ജനറേഷൻ എന്ന ഈ പദം തന്നെ വളരെ അവഹേളിക്കുന്ന രീതിയിലുള്ളതാണ്. ഫ്രഞ്ച് സിനിമയിലൊക്കെ ന്യൂ വേവ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു പിറവിയായിരുന്നു. അതൊന്നും തന്നെ ഈ ന്യൂ ജനറേഷൻ സിനിമയിൽ കാണുന്നില്ല. വളരെ പ്രതിലോമപരമായ സംസ്കാരത്തിൻ്റെയും സോഫ്റ്റ് പോൺ എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളും ഒക്കെ തിരുകി നിറച്ച ഒരു വിരസമായ ഒരു ഏർപ്പാടായിട്ടാണ് താങ്കൾ ഈ സിനിമയെക്കുറിച്ച് കാണുന്നത്. അതെ, ഞാനത് പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ്. ശരിക്കും എന്താ പറയുക, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു വാക്ക് തന്നെയില്ല, അങ്ങനെ ഒരു സിനിമയിലില്ല. ന്യൂ വേവ് സിനിമകളാണ്. ന്യൂ വേവ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ ആ സമയത്ത് നിർമ്മിക്കപ്പെടുകയും അത് പിന്നീട് ആ ഭാഷയും കടന്ന് മറ്റ് പല ഭാഷകളിൽ ചർച്ച ചെയ്യപ്പെടുകയും വർഷങ്ങളോളം സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോഴാണ് അത് ന്യൂ വേവ് സിനിമയാവുമെന്ന് പറയുക. ആ സംവിധായകൻ എന്താ പറയുക, ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയ സംവിധായകനാവുന്നത്. ആ ഒരർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ സിനിമ ഒരുപക്ഷെ ആ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഒരു മാസത്തിനപ്പുറം എത്ര കാലം ചർച്ച ചെയ്യും എന്നുള്ളത് തന്നെ നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു ചരിത്രത്തിലുള്ള ഒരു സ്ഥാനം. ന്യൂ വേവ് സിനിമകൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന സംവിധായകരല്ല ഉണ്ടാകുന്നത്. മറ്റു ചില സംവിധായകരാണ്. ഇപ്പോൾ മനോജ് ഖാന പോലെയുള്ള, ചായില്യം പോലെയുള്ള സിനിമകൾ, അതല്ലെങ്കിൽ ആദാമിൻ്റെ മകൻ അബു പോലെയുള്ള, സലിം അഹമ്മദിനെ പോലെയുള്ള സംവിധായകരെ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. സുധേവൻ, ക്രൈം നമ്പർ ചെയ്തിരിക്കുന്ന സുധേവനെ, 101 ചോദ്യങ്ങളുടെ സിദ്ധാർത്ഥ് ശിവ. പക്ഷേ ഇവരെയൊന്നും നമ്മൾ ന്യൂ ജനറേഷൻ സംവിധായകരെന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറയാറില്ല. പക്ഷേ ഇവരൊക്കെയാണ് ന്യൂ ജനറേഷൻ സംവിധായകർ അല്ലെങ്കിൽ ന്യൂ വേവ് സംവിധായകർ. കാരണം ഇവരുടെ സിനിമകൾ ഇതിന് ശേഷവും എത്രയോ കാലങ്ങളോളം ചർച്ച ചെയ്യപ്പെടാൻ ഇരിക്കുന്ന സിനിമകളാണ്. ഇപ്പോൾ കന്യാകട്ട കേസ്, KR മനോജിൻ്റെ, അങ്ങനെ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ബോധപൂർവം അത്തരം സിനിമകളെ മാറ്റി ഏതെങ്കിലുമൊക്കെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഒരു 10-30 ദിവസം ഓടുന്ന ചില കപട സിനിമകളെ മാത്രമാണ് നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ വിശേഷിപ്പിക്കുന്നത്. താങ്കൾ പറഞ്ഞ സിനിമയൊക്കെ സമാന്തര സിനിമയുടെ വിഭാഗത്തിൽ പെടുന്നതാണെങ്കിലും താങ്കൾ പഴയകാല സമാന്തര സിനിമയെ വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. താങ്കൾ പറയുന്നത് വളരെ പഴഞ്ചൻ സ്വഭാവവും പഴയകാല പ്രതാപത്തെക്കുറിച്ചും പഴയ കലകളെക്കുറിച്ചും ഒക്കെ പറയുന്ന സിനിമകളാണ്. ആഖ്യാന രീതിയിലും നറേറ്റീവിലും സാങ്കേതിക രംഗത്തായാലും ഈ സിനിമകൾ ഒന്നും പുതിയതായി കൊണ്ടുവരുന്നില്ല. അതേസമയം പ്രമുഖരായ പല സംവിധായകരുടെയും പിന്തുടർച്ച പോലെയാണ് ഈ സിനിമകൾ പലരും വരുന്നത്. നിരൂപകരായാലും ഈ സിനിമകളെ മാത്രം വളരെ പൊക്കി പറയുന്നു. ഈ തരത്തിലുള്ള നല്ല പുതിയ ശ്രമങ്ങളെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നും താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും അത്തരം സിനിമകൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് വളരെ മാറ്റങ്ങൾ സൃഷ്ടിച്ച സിനിമകളുമാണ്. പക്ഷേ പിന്നീട് ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതേ സംവിധായകർ തന്നെ അവരുടെ ഒരു കൃത്യമായ ഒരു പാറ്റേണിന് അപ്പുറത്തേക്ക് സിനിമയെ ഒരുപക്ഷെ കുറച്ചുകൂടി സാമൂഹ്യവൽക്കരിക്കാൻ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ശരി.
അപ്പോൾ അതൊരു പോരായ്മയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളൊരു മാസ്റ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന സംവിധായകർ ഒരു കാലത്തിനനുസൃതമായ മാറ്റങ്ങളോട് കൂടിയുള്ള സിനിമകൾ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകമെമ്പാടും ഉള്ള മാസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളൊരു വിമർശന ബുദ്ധിയോടെ അവരുടെ ഒരു സംഭാവനകളെയോ അവരുടെ സിനിമകളെയോ അവഗണിച്ചുകൊണ്ടല്ല. അതൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയ മലയാള സിനിമയെ ലോക സിനിമ നിലവാരത്തിൽ എത്തിച്ച സിനിമകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധമായ സിനിമകളിലേക്ക് തന്നെ ഇറങ്ങണം എന്നുള്ള, കണ്ടംപററി സിനിമകളിലേക്ക് ഇറങ്ങണം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണത്. ശരി, ഇപ്പോൾ ചായക്കൂട്ടിൽ വീണ്ടും ഒരു കമേഴ്സ്യൽ ബ്രേക്കിന്റെ സമയമാണ്. അതിനുശേഷം തിരിച്ചു വരാം ചായക്കൂട്ടിലേക്ക്. ജീവിതത്തിൽ രോഗങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന നിർധനരായ അനേകം ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവരെ സഹായിക്കാനായി കേരള സർക്കാർ രൂപം നൽകിയ ജീവകാരുണ്യ പദ്ധതിയാണ് കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി. ഇതിനായുള്ള പണം കണ്ടെത്തുന്നത് കാരുണ്യ ഭാഗ്യക്കുറിയിലൂടെയാണ്. നിരാലംബരായ ഒട്ടനവധി പാവപ്പെട്ടവർക്ക് പ്രയോജനം കിട്ടുന്ന ഈ പദ്ധതിയിൽ ഭാഗമാകുക എന്നത് ഒരു ദൈവീകമായ പ്രവൃത്തിയാണ്. നിങ്ങളും ഒരു കാരുണ്യ ഭാഗ്യക്കുറി എടുത്ത് ഈ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു പങ്കാളിയാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരുണ്യ ഭാഗ്യക്കുറി ഒരു പുണ്യമാണ്. ഒന്നാം സമ്മാനം 1 കോടി രൂപ. അല്ല രാഘവ, വിത്ത് വാങ്ങി, കീടനാശിനി വാങ്ങി, ഇപ്പോഴിതാ വളവും വാങ്ങി. ഇതിനൊക്കെ പണം എവിടുന്നാ വരുന്നേ? ഗോപാല, ചെലവിനെ കുറിച്ച് എന്തിനാണോ വിഷമിക്കുന്നത്? എന്താന്നോ, എന്റെ പക്കലുണ്ടല്ലോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ്. കാർഡോ? ഇതെന്തുവാന്നാ? എന്താന്നോ, ഇത് ബാങ്കിൽ നിന്ന് കിട്ടുന്നതാ. ഈ കാർഡ് കൊണ്ട് ഒരു നിശ്ചിത തുകയ്ക്ക് നമ്മുടെ നിലത്തിന് വേണ്ട സാധനങ്ങൾ. അതെയോ? എന്നാ എനിക്കൊരു കാർഡ് വാങ്ങിത്താ. അങ്ങനെയോ? അടുത്തുള്ള ബാങ്കിൽ ചെല്ല്, കാർഡ് വാങ്ങിക്കേ, ലാഭമേറെ നേടിക്കോ. पंडित जी, मेरी और मेरे भाई की बराबर की जमीन है, लेकिन वो मालामाल हो रहा है और मैं कंगाल। मेरी भाग्य रेखा देखकर बताइए ना। ये भाग्य का नहीं, तुम्हारे काम के तरीके का दोष है। तुम्हारा भाई फसल चक्रानुसार खेती करता है, माइक्रो पद्धति से सिंचाई करता है और वर्षा के पानी का संचय भी करता है। समझ गया पंडित जी। दयाराम तो समझ गया। आप अपना भाग्य कब संवारेंगे? जल बचाएं, कल बचाएं। ചായക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ ബിജുവിനോട്. വീണ്ടും ചോദിക്കാനുള്ളത് മലയാള സിനിമയിലെ വളരെ ശക്തമായ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും പ്രകടമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഭാഗമാവാതെ ഒരു കലാകാരന് നിലനിൽപ്പ് അസാധ്യമാകുന്നുണ്ടോ? സാധാരണഗതിയിൽ ഇപ്പോൾ അസാധ്യമാവുന്നുണ്ട്. പക്ഷേ അത് സാധ്യമാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയവും അവരവരുടേതായ സിനിമകളുമാണ് ഉണ്ടാവേണ്ടത്. അതൊരു പൊതു രാഷ്ട്രീയ ബോധത്തിൻ്റെ പിന്നാലെയോ പൊതുവായിട്ടുള്ള ചില കെട്ടുപാടുകൾക്കകത്തൊന്നും അല്ല നിൽക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യുക, അത് നമുക്കിഷ്ടമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ഇഷ്ടമുള്ള ടെക്നീഷ്യൻസിനെ വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ സിനിമ ചെയ്യാനുള്ള ഒരു സ്വതന്ത്രമായ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലൊരു സാഹചര്യം നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒരുപക്ഷെ ഓരോരുത്തരും ഫൈറ്റ് ചെയ്ത് ചില ആളുകൾ സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതൊഴിച്ചാൽ അത്തരത്തിലൊരു പൊതു അന്തരീക്ഷം ഒരു കെട്ടുപാടിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ മികച്ച സിനിമകൾ നമുക്ക് മലയാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പുതിയ ഓരോ ചെറുപ്പക്കാരും ചെയ്യേണ്ട കാര്യവും. ശരി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സാങ്കേതിക കലാകാരന്മാരോടുകൂടെ സിനിമകൾ ഉണ്ടാക്കണം. അപ്പോൾ സ്ഥിരമായി താങ്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. MJ രാധാകൃഷ്ണനാണ് സ്ഥിരമായി താങ്കളുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് തുടങ്ങിയ സിനിമാ നടന്മാരുമുണ്ട് കൂടെ. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച്, സാങ്കേതിക കലാകാരന്മാരും നടന്മാരും വരുന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് ഒന്ന് പറയാം. അതിൻ്റെ ഒരു കാര്യം ശരിക്കും എന്താ പറയുക, എൻ്റെ കൂടെ ഒരു ടെക്നീഷ്യൻസ് സ്ഥിരമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3-4 സിനിമകളായിട്ട് ഒരേ ടെക്നീഷ്യൻസാണ്. ഇപ്പോൾ MJ രാധാകൃഷ്ണനാണ് എൻ്റെ എല്ലാ സിനിമകളും, ഒരു സിനിമ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും ചെയ്തിട്ടുള്ളത്. സൗണ്ട് ഡിസൈൻ, ഞാൻ ലൈവ് സൗണ്ടാണ് മിക്കവാറും സിനിമകൾ ഉപയോഗിക്കുന്നത്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയദേവനെ ഒരുപക്ഷെ നമുക്ക് മലയാളികൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, പക്ഷേ രാംലീല എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം. അത് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയദേവനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുമ്പോഴായിരിക്കും പ്രേക്ഷകർക്ക് അറിയാം. വളരെ എന്താ പറയുക, ബോളിവുഡിൽ
വളരെ പ്രശസ്തനായ സൗണ്ട് ഡിസൈനറാണ്. രാംഗോപാൽ വർമ്മയുടെ പോലെയുള്ള സിനിമകൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലെ പ്രതിഭാധനരായ പല സാങ്കേതിക കലാകാരന്മാരും മലയാളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ ബോളിവുഡിലേക്ക് ചേക്കേറുന്നുണ്ട്. അതെ, ജയദേവൻ്റെ ഒക്കെ കാര്യം അത് തന്നെയാണ്. ജയദേവനൊക്കെ നിരവധി ഹിന്ദി സിനിമകൾ ചെയ്യുന്നുണ്ട്, മറാത്തി സിനിമകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ സൗണ്ട് മിക്സ് ചെയ്യുന്ന പ്രമോദ് തോമസ്, പക്ഷേ റസൂൽ പൂക്കുട്ടിക്ക് മുമ്പ് ദേശീയ പുരസ്കാരം കിട്ടിയ ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ സിനിമകൾ നിരന്തരമായി സൗണ്ട് മിക്സ് ചെയ്യുന്നത്. സന്തോഷ് രാമൻ, ആർട്ട് ഡയറക്ടർ അരവിന്ദ്, കോസ്റ്റ്യൂമ് എൻ്റെ അസോസിയേറ്റ് ഷിജിത്ത്, ഇങ്ങനെ ഒരു പട്ടണം റഷീദ്. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായി അറിയാവുന്ന ഒരു ടെക്നിക്കൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവരുമായി ഞാൻ സ്ക്രിപ്റ്റ് തീരുമ്പോൾ, ഒരുപക്ഷെ ഒരു ആശയം കിട്ടുമ്പോൾ തന്നെ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് തീർന്നതിന് ശേഷം ഇവരുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെടാറുണ്ട്. ആ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്നത് എൻ്റെ ടെക്നീഷ്യൻസാണ്. ഒരുപക്ഷെ താരങ്ങൾ ആരാണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ടെക്നീഷ്യൻസുമായിട്ടാണ്. ഇപ്പോൾ എൻ്റെ ക്യാമറമാന്, സൗണ്ട് ഡിസൈനറൊക്കെ ആയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കത് കൃത്യമായൊരു ധാരണ ഉണ്ടാവും, എന്താണ് ചെയ്യേണ്ടത്, എനിക്കെന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യം ഇവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് കംഫർട്ടബിലിറ്റി ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അത്രയൊരു പ്രൊഫഷണലിസം സിനിമയ്ക്ക് അത്യാവശ്യമാണ്. നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു കാര്യമാണ് അത്രയൊരു പ്രൊഫഷണലിസം. ശരി, ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയായ സൈറയിലെ കുറച്ച് ദൃശ്യങ്ങൾ വീണ്ടും നമുക്ക് കാണാം. വീണ്ടും സ്വാഗതം. ചായക്കൂട്ടിലേക്ക് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ ബിജുവിനോട്. എനിക്ക് ചോദിക്കാനുള്ളത്, പേരറിയാത്തവർ അത് പ്രദർശനത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇല്ല, അത് പ്രദർശനം ഒരു 2-3 മാസം കൂടി കഴിയും. അതിൻ്റെ ഒരു വിദേശ ചലച്ചിത്രമേളകളിൽ ആദ്യ പ്രദർശനങ്ങളുണ്ട്. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷമേ ഇന്ത്യയിൽ അത് പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ടെക്നിക്കൽ നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു ആ പ്രദർശനത്തിനായി. ഏറ്റവും പുതിയ പ്രോജക്റ്റ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് ശരിക്കും കാസർഗോഡ് തന്നെയാണ് ചിത്രീകരിക്കുന്നത്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ഈ ക്യാമറ തിരിക്കുന്നത്. അതൊരു ഈ കഴിഞ്ഞ ഒരു 10-40 വർഷം അവിടുത്തെ എൻഡോസൾഫാൻ വിതച്ച ദുരന്തങ്ങൾ, അതിൻ്റെ കാഴ്ചകൾ, അതിന് പിന്നിലുള്ള കോർപ്പറേറ്റ് ലോബികളുടെ ഇടപെടലുകൾ, അങ്ങനെയുള്ള പൊളിറ്റിക്സൊക്കെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ആ സിനിമ. അതൊരു 4 ഘട്ടങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. 4 കാലാവസ്ഥയിൽ 4 സമയത്തായിട്ടാണ് ഷൂട്ട് ചെയ്യുക. അതിൻ്റെ ആദ്യ ഘട്ടം ഇപ്പോൾ ഈ മഴക്കാലം ഇപ്പോൾ ജൂണിൽ ചിത്രീകരിക്കാൻ തുടങ്ങുന്നുണ്ട്. കുഞ്ചാക്കോ ബോബനാണ് അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ശരി, അപ്പോൾ മനുഷ്യനും പ്രകൃതിക്കും എതിരായ അധികാരവർഗത്തിൻ്റെ ധാർഷ്ട്യം ഒരു ശക്തമായ പ്രമേയമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ സിനിമയിലൂടെ അത് സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ചായക്കൂട്ടിൽ ഡോക്ടർ ബിജുവായിരുന്നു അതിഥി. നാളത്തെ ചായക്കൂട്ടിൽ വീണ്ടും ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.